പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ കേരള സന്ദർശനം സംസ്ഥാനത്തെ മതസൗഹാർദ്ദം തകർക്കാനാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ന്യൂസ് 18നോട്. കേരളത്തിൽ UDF ചരിത്ര വിജയം നേടുമെന്നും ഡി.കെ. ശിവകുമാർ പറഞ്ഞു. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്നുകൊണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന് പുറമെ കണ്ണൂരിലും കോഴിക്കോടുമെല്ലാം പ്രചാരണത്തിന്റെ ഭാഗമായി ഡി.കെ. ശിവകുമാർ എത്തുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് UDF ഡി.കെ. ശിവകുമാറിന്റെ സംസ്ഥാനത്തേക്കുള്ള വരവിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ഒരു സ്വാധീനം ചെലുത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരെല്ലാവരും ഉള്ളതും. ഡി.കെ. ശിവകുമാർ ന്യൂസ് 18നോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ്. സർ, how is the expectation of Congress in this Lok Sabha election? Kerala is going to create an history. Kerala will change the democratic of Indian politics. How Andhra Pradesh at one point of time gave UP a big strength. The results of Kerala will change Indian politics. Within last 3 months, Prime Minister has visited Kerala for 3 times. Prime Minister spoke. He loved Kerala. He want to destroy Kerala. He want to destroy the harmony of Kerala. That is why he is coming here. Okay. എന്തായാലും ചരിത്രം സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കും UDFന് കേരളത്തിൽ ഉണ്ടാകുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡി.കെ. ശിവകുമാർ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്, പ്രചാരണത്തിന് ആവേശം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ക്യാമറമാൻ C. വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.